ഹലോ ഫ്രണ്ട്സ്, UK മാത്രമല്ല നമ്മൾ ഓൾ യൂറോപ്യൻ കൺട്രീസ് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും വളരെയധികം കലുഷിതമായിട്ടാണ് ഇപ്പോഴേ കഴിഞ്ഞു പോകുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് വരുന്ന ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ അയർലൻഡ്, ഫ്രാൻസ്, ജർമ്മനി, സ്വീഡൻ, ഡെൻമാർക്ക് ഇതുപോലുള്ള രാജ്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഈ രാജ്യങ്ങളിലെല്ലാം സ്ട്രിക്റ്റ് ആയിട്ടുള്ള പുതിയ നടപടികൾ എടുത്തിരിക്കുന്നത്. ഇപ്പോഴീ അയർലൻഡിലൊക്കെയുള്ള നമ്മുടെ കുറേ സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ താമസിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം ഇപ്പോൾ ഇംഗ്ലണ്ടിലേക്ക് പോയിട്ട് അധികം മലയാളികളൊന്നും അവിടെ താമസിക്കുന്നില്ല. ഇപ്പോൾ ഒരു ഏരിയയിലൊക്കെ താമസിക്കുമ്പോൾ 1-2 ഇന്ത്യക്കാരായിരിക്കും അവിടെ ടോട്ടൽ താമസിക്കുന്നത്. അപ്പോൾ ഐറിഷുകാരായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ നിന്നും വളരെയധികം ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അവർക്ക് അനുഭവപ്പെടുന്നത്. Us, the Irish, not foreigners, us. Chose to go it alone on migration. What they've actually seen since then is an increase in people seeking asylum in their country. Their policies are their policies. Ireland is growing increasingly upset as other countries indirectly push more asylum seekers to its borders. The number of asylum seekers has skyrocketed by 94%. But tonight, a government source here hit out, saying we won't accept any asylum returns from the EU via Ireland until the EU accepts that we can send them back to France. Many of these migrants, mainly from Pakistan, Somalia, Bangladesh and Nigeria. And staying in Europe, Hungary is taking its defiance of the European Union to a whole new level. Prime Minister Viktor Orban has threatened to send a busload of migrants on a one-way journey to Brussels in retaliation for a massive fine imposed by EU's top court. ഹംഗറിയിൽ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഹംഗേറിയൻ ഗവൺമെന്റ് കോടതിയെ വരെ എതിർത്തുകൊണ്ട് അവിടേക്ക് വന്നിരിക്കുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ബസ്സുകളിൽ ബ്രസൽസിലേക്ക് കയറ്റി അയക്കാനായിട്ടുള്ള ഒരു നടപടിക്ക് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നു. അത് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ യൂറോപ്പിൽ നിന്ന് വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു വാർത്തയാണ്. കാരണം കോടതിയെ എതിർത്തുകൊണ്ട് ഒരു രാജ്യങ്ങളും ഇങ്ങനെയുള്ള നിയമങ്ങൾ നടപ്പിലാക്കാറില്ല. പക്ഷേ ഹംഗേറിയൻ ഗവൺമെന്റ് ആ ഒരു രീതിയിലേക്ക് ഇപ്പോഴും പോവുകയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസ് അവരുടെ രാജ്യങ്ങളിൽ വന്നു കഴിഞ്ഞ് കാട്ടിക്കൂട്ടുന്ന ഇതേപോലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് മിക്കവാറുമുള്ള എല്ലാ രാജ്യങ്ങളും ഇപ്പോഴും ഇതേപോലുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. Germany has announced stricter controls along its land borders with France, Belgium, the Netherlands, Denmark and Luxembourg to begin from next week and to last for a minimum of 6 months. ജർമ്മനിയിൽ നിന്ന് വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എല്ലാ ബോർഡറുകളും അവർ സ്ട്രിക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പോവുകയാണ്. അടുത്ത ആഴ്ച മുതൽ ഏകദേശം ഒരു 6 മാസത്തേക്ക്. Does immigration worry you at all? It does. Yeah, I think it's becoming difficult to maintain our services, education, health, etc. UK നമ്മൾ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ലേബർ പാർട്ടിയിലുള്ള വിശ്വാസം ആൾക്കാർ വളരെയധികം കുറഞ്ഞുകൊണ്ട് വരുന്നു. അതേപോലെയൊക്കെ തന്നെ UK റിഫോം പാർട്ടി നൈജൽ ഫരാജയുടെ പാർട്ടിയിലേക്ക് ആൾക്കാരുടെ ഒരു കുത്തൊഴുക്ക് തുടങ്ങും. കാരണം അദ്ദേഹത്തിൽ ഉള്ള വിശ്വാസം ഇപ്പോഴും വർദ്ധിച്ചു വരുന്നു. ഈ ഒരു വീഡിയോയിൽ നൈജൽ ഫരാജ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിക്കവാറും നടപ്പിലാകേണ്ടുന്ന കാര്യമാണ്. എങ്കിൽ മാത്രമേ UK വരുന്ന ഇതേപോലുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസിനെ റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. More and more people in the UK are supporting Nigel Farage as they lose trust in the Labour government under Keir Starmer. Farage has made it clear that he doesn't like how the French Navy is helping traffickers bring people illegally into Britain. He thinks the most important thing is to deport people who come to the UK illegally. According to him, in the past, the Labour government was deporting over 40,000 illegal immigrants each year. But now, he says, the UK is allowing this problem to grow because of weak leadership from both the Conservative and Labour parties. I predicted there would be an invasion unless we got tough on this issue. And of course, nobody wanted to talk about it. They called me nasty names. They're very good at doing that. And now, 3,800 boats later, 125,000 people later, we now have Labour saying, we'll solve it, we'll crack down on the criminal gangs. Well, we've been saying that about the drugs gangs for decades, and it hasn't made any difference at all. And over there is Dover. And the French police have watched all of this happen
and haven't lifted a finger to intervene. ലേബർ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഒരു സമയത്താണ് നമ്മളെ പോലുള്ള ആയിരക്കണക്കിന് ഇന്ത്യക്കാർക്ക് ഒരു 2000 ആ ഒരു സമയത്ത് യു കെയിലേക്ക് വരാനായിട്ട് പക്ഷേ അത് ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിരുന്നില്ല, ലീഗലായിട്ട് യു കെയിൽ വന്നിട്ടുള്ള ആൾക്കാരായിരുന്നു. പക്ഷേങ്കിൽ ലേബർ ഗവൺമെന്റ് ഇതേപോലുള്ള ഇമിഗ്രൻസിനെ എപ്പോഴും അവർ വെൽക്കം ചെയ്യാറുണ്ട്. പക്ഷേങ്കിൽ ഈ ഒരു ചെറിയ ബോട്ടുകളിൽ യു കെയിലേക്ക് എത്തുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെയും കൊണ്ട് രാജ്യത്തിന് യാതൊരു ഗുണവുമില്ല, ഇല്ലീഗലായിട്ട് വരുന്ന സ്മഗ്ലേഴ്സാണ്. അപ്പോൾ അവരെയും കൊണ്ട് രാജ്യത്തിന് ബുദ്ധിമുട്ടുകയല്ലാതെ രാജ്യത്തിന് നഷ്ടമല്ലാതെ ഒരു ലാഭവും ഈ രാജ്യത്ത്. കാരണം ഇവർ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരോ അല്ല. അപ്പം അങ്ങനെ വരുന്ന ആൾക്കാരെ കൊണ്ട് യു കെക്ക് പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് യാതൊരു ഗുണങ്ങളും ഉണ്ടാകുന്നില്ല. മാത്രമല്ല ഏകദേശം 8 മില്യൺ പൗണ്ടോളമാണ് ഓരോ ദിവസവും ഇവരുടെ അക്കോമഡേഷന് വേണ്ടി മാത്രം ചിലവാകുന്നത്. യു കെയിലേക്ക് ഇതേപോലുള്ള ചെറിയ ബോട്ടുകളിൽ എത്തുന്ന ആൾക്കാർ അഭയാർത്ഥികളാണ്. അപ്പം അവർക്ക് ഇവിടെ വന്നൊരു ഡിസിഷൻ എടുക്കുന്നത് വരെ അവർക്ക് വേണ്ടുന്ന എല്ലാ എക്സ്പെൻസും ഈ ഒരു ഗവൺമെന്റ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നമുക്കറിയാം ഇവിടെ വന്നതിന് ശേഷം ഇവരുടെ അഭയാർത്ഥി വിസകളിൽ ഒരു ഡിസിഷൻ ഉണ്ടാകുന്ന ഒരു സമയത്ത് അവർ റിജക്റ്റ് ആവുമ്പോൾ മാത്രമാണ് അവരുടെ നാടുകളിലേക്ക് കടത്തിയിരിക്കുന്നത്. All of this is to be able to deport people that come illegally. The last Labour government was deporting over 40,000 people a year who came to Britain illegally. In the past, we wouldn't put up with this. Now we do, and that's because of weak leadership of both the Conservative and the Labour Party. റിഫോം യുകെയുടെ നൈക്കൽ ഫറാജ് ഇന്നലെ പറഞ്ഞത് ബ്രിട്ടനിലെ ഇപ്പോഴത്തെ ഭരണ സംവിധാനം വൻ പരാജയമാണെന്നാണ്. നമ്മൾ എല്ലാവരും കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടുത്തെ ജയിലുകളിൽ നിന്നും ഏകദേശം 1750ഓളം കുറ്റവാളികളെയാണ് പുറത്ത് വിട്ടിരിക്കുന്നത്. ഇനിയിവിടെ വരുന്ന സമയങ്ങളിലും യു കെയിലെ ഇതേപോലെയുള്ള ജയിലുകളിലും ധാരാളം ആൾക്കാരെ പുറത്ത് വിടാനായിട്ട് പോകുന്നു. ബ്രിട്ടനിലെ ജയിലുകളിൽ ഇപ്പോഴ് കുറ്റവാളികളായിട്ടിരിക്കുന്ന ഇതേപോലെയുള്ള ആൾക്കാരെ വെളിയിലേക്ക് വിട്ട് കഴിയുമ്പോൾ വീണ്ടും ഗുരുതരമായ പ്രശ്നങ്ങൾ യു കെ നേരിടാൻ പോകുന്നു എന്നാണ് ഇപ്പോഴ് റിഫോം പാർട്ടിയുടെ ചെയർമാനായിരിക്കുന്ന നൈജൽ ഫരാജ് പറഞ്ഞിരിക്കുന്നത്. He believes that by doing so, the country could take stronger actions, such as making it clear that anyone who enters the UK illegally through these dangerous routes will never be granted settled status. More and more people in the UK are supporting Nigel Farage as they lose trust in the Labour government under Keir Starmer. But still, believe you me, the root of this problem is the poisoning of our kids' minds. And we in Reform are unafraid to stand up and say that and to point the finger, not just at this Labour government, but at a Tory party that has allowed all of this to happen. All the ones that are here, I want them sending back to France or wherever the country that they came from. എന്തായാലും യു കെയിലെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന കെയർ സ്റ്റാമർ ശക്തമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളേണ്ടതായിട്ടിരിക്കുന്നു. കാരണം യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം നോക്കുമ്പോൾ അവിടെ എല്ലാം തന്നെ ഇതേപോലെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് ആണ് അവിടുത്തെ ഭരണാധികാരികൾ എടുക്കുന്നത്. കോടതികൾക്ക് പോലും എതിരെ നിന്നുകൊണ്ടാണ് ഹംഗറി പോലുള്ള രാജ്യങ്ങൾ പുതിയ പദ്ധതികൾ അവർ തയ്യാറാക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ യു കെയിലേക്ക് ധാരാളം ആൾക്കാരാണ് ഇതുപോലുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസ് ഇപ്പോഴോരോ ദിവസവും കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നെറ്റ് ഇമിഗ്രേഷൻ കൂടുന്നതിന് ഒരു കാരണമാകും. അവർക്ക് സ്കിൽഡ് വർക്കറിന് ആൾക്കാരെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഇവിടെ കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിക്കാതെ വരും. അത് രാജ്യത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പുതിയ റിപ്പോർട്ടുകളൊക്കെ വന്നിരിക്കുന്നത് എക്കണോമിക്കലി അവർ സാമ്പത്തികമായിട്ട് കഴിഞ്ഞ 2 മാസം വലിയ പുരോഗതിയൊന്നും യു കെയിൽ ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ യു കെ ഗവൺമെൻറ് ഇതിന് എതിരെ ശക്തമായിട്ട് ഇപ്പോഴും പ്രതികരിക്കേണ്ടതായിട്ട് വരുന്നു. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതൊക്കെ എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.